അവനെ നാമാവശേഷമാക്കി കളഞ്ഞു. അത് ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 50-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ്. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ وَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنظُرُونَ. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ, സമുദ്രത്തെ നമ്മൾ പിളർത്തിയ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക. എന്നിട്ട് അല്ലാഹു പറയുന്നു, فَأَنْجَيْنَاكُمْ, നിങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തി. وَأَغْرَقْنَا آلَ فِرْعَوْنَ, ഫിർഔനിന്റെ ആളുകളെ നമ്മൾ മുക്കിക്കൊല്ലുകയും ചെയ്തു. എവിടെയാണ് മുക്കിക്കൊന്നത്? വഅൻതും തൻദുറൂൻ, ഈ പാവം സമൂഹം നോക്കി നിൽക്കുകയാണ് അവരെ അല്ലാഹു തആല മുക്കിക്കൊന്നത്. ഇത് ഉണ്ടായത് എന്നാണ്? അതൊരു മുഹറം 10-നായിരുന്നു. ആ ഒരു സന്ദേശമാണ് ഓരോ മുഹറം 10കളും കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് നൽകപ്പെടാനുള്ളത്, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ ധിക്കാരികളായ ആളുകളെ അല്ലാഹു തആല പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. മുഹറം ലോകത്തിന് നൽകുന്ന സന്ദേശം ആരും ആരെയും ദ്രോഹിക്കരുത് എന്നൊരു സന്ദേശം നമുക്ക് നൽകുകയാണ്. അവിടെ എത്രമാത്രം വലിയ കേമനായിരുന്നാലും അവസാനം അവൻ മോശക്കാരനായി, അവന്റെ അന്ത്യം മോശമാണ് എന്നൊരു സന്ദേശം കൂടെ ഇതിലൂടെ നൽകുകയാണ്. അക്രമികൾക്ക് കുറച്ചു നാളുകൾ വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയും. ഏതുപോലെ? ഒരു ചൂണ്ടയിടുന്ന ഒരു മനുഷ്യനെ പോലെ. ചൂണ്ടയിടുമ്പോൾ മീൻ ചൂണ്ടയിൽ കൊത്തിയെന്നറിഞ്ഞാൽ ആ മീൻ പിടിക്കുന്ന ആള് പെട്ടെന്ന് അതിനെ വലിച്ചെടുക്കുകയില്ല. മീനൊന്നുകൂടെ സുഖമായി കൊത്താനും ഇരതിന്നാനുമുള്ള സാവകാശം കൊടുക്കുകയും അത് അയച്ചു കൊടുക്കുകയും വീർപ്പ് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നത് പോലെ അവസാനം അല്ലാഹു തആല അക്രമികളെ ഒരു പിടുത്തം പിടിച്ചാൽ പിന്നീട് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അത് ചൂണ്ടയിൽ കിടന്നുകൊണ്ട് പിടയുന്ന മത്സ്യത്തെ പോലെ ആയിരിക്കും. പിന്നീട് ആ പിടച്ചിലിന് അവര് രക്ഷപ്പെടാൻ ആ പിടച്ചിൽ കൊണ്ട് സാധ്യമാവുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് ഖലം സൂറത്തിന്റെ 45-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, ആ കുറ്റവാളികളായ ആളുകൾക്ക്, ധിക്കാരികളായ ആളുകൾക്ക്, അക്രമികളായ ആളുകൾക്ക് നമ്മൾ താമസം ചെയ്തു കൊടുക്കും. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ രണ്ടാളെ കൊല്ലാനുള്ള സൗകര്യം അവർക്കുണ്ടാകും. പിന്നെ ഞങ്ങൾ തന്നെയാണ് വലിയവർ എന്ന തോന്നൽ അവർക്ക് ഉണ്ടാകും. അതിലൂടെ അവർ വല്ലാതെ അക്രമങ്ങളെ നടമാടിക്കൊണ്ടിരിക്കും. പിന്നെ അല്ലാഹു തആല പറയുന്നു, ഇന്ന കൈദി മതീൻ, നമ്മുടെ തന്ത്രം വളരെ ഉറച്ചതാണ്, വളരെ ശക്തമായ തന്ത്രമാണ്. നമ്മൾ അവരെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് രക്ഷപ്പെടാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ലയുംലി ലിൽവാലിമി, അക്രമിയായ ആൾക്ക് അല്ലാഹു തആല ചില സാവകാശം ചെയ്തു കൊടുക്കും. അക്രമ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങൾ അല്ലാഹു തആല ചെയ്തു കൊടുക്കും. ഫഇദാ അഖദഹു, അവനെ അല്ലാഹു തആല പിടിച്ചു കഴിഞ്ഞാലോ ലം യുഫ്ലിഹു, പിന്നീട് അവനെ വിടുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചൂണ്ടയിലകപ്പെട്ട ഒരു മത്സ്യത്തെ പോലെയായി നമ്മൾ മാറാൻ പാടില്ല. ഒരാളുടെയും കണ്ണീരൊടുക്കുന്നവരാക്കി നമ്മൾ മാറാൻ പാടില്ല. ഒരാളെയും ആക്ഷേപിക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. ഒരാളുടെയും അവകാശം പിടിച്ചെടുക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. ഒരാൾക്കും നൽകപ്പെടേണ്ട വസ്തുക്കൾ നമ്മൾ സ്വന്തമായിട്ട് പിടിച്ചെടുക്കുന്നവരായിട്ട് മാറാൻ പാടില്ല. കൂലിവേലക്ക് ആളെ വിളിച്ചിട്ട് അതിന് തികയുന്ന രീതിയിലുള്ള വേതനം കൊടുക്കാത്തവരായി നമ്മൾ മാറാൻ പാടില്ല. വാടകയ്ക്ക് വണ്ടി വിളിച്ചിട്ട് അതിന് നൽകേണ്ട പണം മുഴുവനായിട്ട് കൊടുക്കാത്തവരായി നമ്മൾ മാറാൻ പാടില്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ നമുക്ക് ഈ മുഹറം 10 നൽകുന്ന സന്ദേശം ഒരിക്കൽ അല്ലാഹു തആല അവരെ എല്ലാം പിടിച്ചു കുലുക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും ആക്രമിക്കപ്പെട്ട മനുഷ്യൻ ഏതെങ്കിലും ഒരു സമയത്ത് അല്ലാഹുവേ എന്ന് വിളിക്കേണ്ട സന്ദർഭം വന്നാൽ ആ വിളിയിലൂടെ അല്ലാഹുവിലേക്ക് അവൻ അയക്കുന്ന സന്ദേശം വളരെ ഭയാനകമായ സന്ദേശമായിരിക്കും. അവന്റെ വിഷമങ്ങൾ റബ്ബിനോട് പറഞ്ഞാൽ പിന്നീട് ആ അക്രമിയായ ആൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സദഖത്തുൽ മസ്റൂഖായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളായ നമ്മളോട് പറഞ്ഞു വന്നത്, ഇത്തഖീ ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നീ നന്നായി സൂക്ഷിച്ചുകൊള്ളണം. കാരണം ഫഇന്നഹു ലൈസ ബൈനഹാ വ ബൈനല്ലാഹ്, അവന്റെ പ്രാർത്ഥനയുടെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള ഹിജാബ്, ഒരു മറയില്ല. അതുകൊണ്ട് ആക്രമിക്കപ്പെട്ട ആളിന്റെ പ്രാർത്ഥന നീ നല്ലവണ്ണം സൂക്ഷിച്ചുകൊള്ളണമെന്ന് ലോകത്തോട് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മഹാനായ അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹു കവിത പാടി, ലാ തളിമന്ന ഇദാ മാ കുൻത മുഖ്തദിറ ഫദൽമു മർതഅഹു യുഫ്ദി ഇല നദമി തനാമു ഐനുക വൽ മഗ്ലൂമു മുൻതബിബൻ യദ്ഉ അലൈക വ ഐനുല്ലാഹി ലം തനമി. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ലാ തളിമന്ന, നീ അക്രമം നടത്താനേ പാടില്ല. ആ പ്രയോഗം അങ്ങനെയാണ്, ലാ തളിമന്ന, നീ അക്രമം നടത്താനേ പാടില്ല. ഇദാ മാ കുൻത മുഖ്തദിറ, നിനക്ക് എല്ലാവരോടും ധൈര്യമായിട്ട് സംസാരിക്കാൻ കഴിവുണ്ട്. ആരെയും നിനക്ക് നിന്റെ അധീനതയിൽ കൊണ്ടുവരാൻ കഴിവുണ്ട്. ആരെയും ഒതുക്കി നിർത്താൻ നിനക്ക് കഴിവുണ്ട്. ആ സന്ദർഭത്തിൽ ഒരാളെ പോലും നീ ആക്രമിക്കാനേ പാടില്ല. കാരണം അക്രമം എന്ന് പറഞ്ഞത് അത് കൊണ്ടെത്തിക്കുന്നത് ഖേദത്തിലേക്കാണ്. പിന്നീട് ഖേദത്തിൽ
ഘട്ടത്തിലേക്ക് നീ എത്തിപ്പെടേണ്ടി വരും. നീ അക്രമം നടത്തി, നീ നാട്ടിൽ ഫിത്നയുണ്ടാക്കി, നീ ഫസാദ് ഉണ്ടാക്കി, നിന്റെ വീട്ടിൽ പോയി നീ സുഖമായി ഉറങ്ങുകയായിരിക്കും. പക്ഷേ ആക്രമിക്കപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ മുന്തലിഹൻ, അവൻ ഉണർന്നു കിടക്കുന്നവരാണ്, അവർക്ക് ടെൻഷനാണ്, അവൻ ഉണർന്നു കിടക്കുകയാണ്. നിനക്കെതിരെ അവരുടെ പ്രാർത്ഥന അങ്ങോട്ട് നടത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കണ്ണ് ഉറങ്ങിയിട്ടില്ല, അള്ളാഹു എന്ന് ഉണർന്നിരിക്കുന്നവനാണ്. ആ പാവപ്പെട്ട മനുഷ്യന്റെ, ആക്രമിക്കപ്പെട്ട മനുഷ്യന്റെ പ്രാർത്ഥന കേൾക്കാൻ അള്ളാഹു എപ്പോഴും ഉണർന്നിരിക്കുന്നവരാണ് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അവസരം കാത്തിരിക്കുന്നവരായിട്ട് മാറണം. വെള്ളിയാഴ്ചയിൽ, ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയിൽ, അതും 24 മണിക്കൂറിൽ 1 മണിക്കൂർ 12:30 മുതൽ 1:30 വരെ അള്ളാഹുവിന്റെ പള്ളിയിൽ ഇരിക്കാൻ പോലും നമുക്ക് ചില ആളുകൾക്ക് സമയമില്ല. ചില ആളുകളൊക്കെ വന്ന് പറയും, ഉസ്താദ് ഇത് എന്റെ മകനാണ്, ഇത് നിങ്ങളുടെ മകനാണോ എന്ന് ചോദിക്കുമ്പോൾ അവനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, അവൻ വിദേശത്താണോ എന്ന് ചോദിക്കുമ്പോ രക്ഷിതാവ് മകന് വേണ്ടിയിട്ട് ന്യായീകരണം നടത്തും. അവന് രാത്രിയായി കഴിഞ്ഞാലേ വരുള്ളൂ, സുബഹിന്റെ മുമ്പ് ജോലിക്ക് പോകും. എന്താ മുക്കന? രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയിട്ട് അവന് വരുള്ളൂ, പിന്നെ എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് അവന് പോകും ചെയ്യും. എന്തിനാണ് എന്റെ മകനാണെന്ന് പറഞ്ഞ് വരുന്നതെന്നറിയോ? അവന് കല്യാണം ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് അവനെ പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനത്തെ ഒരാളെയും നമുക്ക് ആവശ്യമില്ല. പള്ളിയിൽ വരാത്തവൻ പള്ളിയോട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ പള്ളിയിൽ കണ്ടിട്ടില്ല എന്ന് ധൈര്യമായിട്ട് നമ്മൾ പറയണം. കാരണം നമ്മൾ വിശ്വസിച്ചുകൊണ്ടായിരിക്കും ഓരോ ആളുകളും അവരോട് അന്വേഷണങ്ങൾ നടത്തുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഴ്ചയിൽ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ വരുമ്പോൾ അതിലൊരു വെള്ളിയാഴ്ചയിൽ 1 മണിക്കൂർ നമുക്ക് അല്ലാഹുവിന്റെ പള്ളിയിൽ ഇരിക്കാൻ നമുക്ക് സമയമില്ലാത്തവരായിട്ട് നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 24 മണിക്കൂർ വരുമ്പോൾ അതിൽ ആഴ്ചയിൽ 168 മണിക്കൂറാണ് അല്ലാഹു തആല തരുന്നത്. ആ 168 മണിക്കൂറിൽ 1 മണിക്കൂർ അല്ലാഹുവിന്റെ വെള്ളിയാഴ്ചയിൽ ചെലവഴിക്കാൻ നമുക്ക് സമയമില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ CCTV അത്